മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഗൈസ്. എൻ്റെ പേര് ഷംനാദ്. ഞാൻ നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ഇയർ ബികോം സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ടോപ്പിക്ക് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. ഗുഡ് മോർണിംഗ് ഗൈസ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. ഇതിൽ മാസ്ലോൻ്റെ 5 നീഡുകളാണ് മെയിനായിട്ട് പറയുന്നത്. 1 സെൽഫ് ആക്ച്വലൈസേഷൻ, 2 എസ്റ്റൈം, 3 ലവ് ആൻഡ് ബിലോങ്ങിങ്, 4 സേഫ്റ്റി നീഡ്, 5 സൈക്കോളജിക്കൽ നീഡ്. അപ്പോൾ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ മാസ്ലോൻ്റെ ഈ തിയറിൻ്റെ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. Since motivation is highly complex, many researchers have studied about motivation from several dimensions and developed some theories. These theories helps to develop understanding about motivation phenomenon. Among Maslow's need hierarchy theory is considered fundamental to understanding of motivation. ഇതിലെന്തെന്ന് പറയുന്നത് വെച്ചാൽ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറേ റിസർച്ചേഴ്സ് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതെന്തിനെ സഹായിക്കണമെന്ന് വെച്ചാൽ മോട്ടിവേഷൻ ഫിനോമിനെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ തിയറീസൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ അക്സെപ്റ്റബിൾ എന്ന് പറയാം ഈ മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ നമുക്കത് നോക്കാം. എബ്രഹാം മാസ്ലോ, എ വെൽ നോൺ സൈക്കോളജിസ്റ്റ്, ഇൻ എ ക്ലാസിക് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ 1943 ഔട്ട്ലൈൻ ദ എലമെൻറ്റ് ഓഫ് ആൻ ഓവറോൾ തിയറി ഓഫ് മോട്ടിവേഷൻ. ഈ 1943 എബ്രഹാം മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്ന ഇത് ഇറങ്ങിയത് ഒരു ക്ലാസിക് പേപ്പറിൽ പബ്ലിഷ് ചെയ്തതാണ് 1943. അപ്പോൾ അതിൽ ഇതിനെ ഈ മോട്ടിവേഷനിലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറി ഹ്യൂമൻ നീഡ്സ് ബേസ് ചെയ്തിട്ടാണ്. ഹി ഫെൽറ്റ് ദാറ്റ് വിത്തിൻ എവറി ഹ്യൂമൻ ബീങ് ദർ എക്സിസ്റ്റ് എ ഹൈറാർക്കി ഓഫ് 5 നീഡ്. അദ്ദേഹം പറയണത് എല്ലാ മനുഷ്യർക്കിടയിലും ഒരു 5 ഹൈറാർക്കി തിയറി ഉണ്ട് എന്നാണ്. അതാണ് ഈ താഴത്തെ പിരമിഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക് സൈക്കോളജിക്കൽ നീഡ്, അതാണ് ഫസ്റ്റത്തെ. ദീസ് നീഡ്സ് ആർ ദ മോസ്റ്റ് ബേസിക് ഇൻ ദ ഹൈറാർക്കി ആൻഡ് കറസ്പോണ്ട്സ് ടു പ്രൈമറി നീഡ്. ഈ ഹൈറാർക്കി പിരമിഡത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ് ഇത്. അതിൽ ഇതാണ് പ്രൈമറി, ഫസ്റ്റത്തെ നീഡാണിത്. അപ്പം നമുക്ക് അതിൽ ഏതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ, സ്ലീപ്പ് ആൻഡ് സെക്സ് ആർ സം എക്സാമ്പിൾ ഓഫ് ദീസ് നീഡ്. ഇതിലെ എക്സാമ്പിൾ വരുന്നതാണ് ഈ ഹങ്കർ, തേഴ്സ്റ്റ്, അതൊക്കെ. ഇൻ ദ ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റ് ബേസിക് സാലറി ഹെൽപ്സ് സാറ്റിസ്ഫൈ ദീസ് നീഡ്. ഈ നമ്മൾ ഓർഗനൈസേഷണൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ, എക്കണോമിക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ബേസിക് സാലറി ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ നോക്കാം, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ദീസ് നീഡ്സ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് എമോഷണൽ ഹാം. ഇതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മളെ മെൻ്റലി ആൻഡ് ഫിസിക്കലി എല്ലാ സേഫ്റ്റികളും കാര്യങ്ങളും നിലനിർത്തുന്ന ഒരു നീഡ് എന്ന് പറയാം. പിന്നെ എക്സാമ്പിൾ പറയുന്നത് ജോബ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ആൻഡ് പെൻഷൻ പ്ലാൻസ് എക്സെട്ര. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ വരുന്നത് അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ് നീഡ്. ഇതിൽ വരുന്നത് ദീസ് നീഡ്സ് റെഫർ ടു അഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, അക്സെപ്റ്റൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ലവ്, അങ്ങനെ നമ്മളെ ബിലോങ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു പേഴ്സണൽ ബിലോങ്ങിങ്സ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ആവശ്യകതകൾ. പിന്നെ നാലാമത്തെ വരുന്നത് എസ്റ്റീം നീഡ്സ്. ദീസ് നീഡ്സ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് സച്ച് ആസ് സെൽഫ് റെസ്പെക്റ്റ്, ഓട്ടോണമി, റെക്കഗ്നീഷൻ ആൻഡ് അറ്റൻഷൻ. ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ ഈ ഫസ്റ്റത്തെ 2 ബേസിക് ആയിട്ടുള്ള ഫസ്റ്റത്തെ 3 നീഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് വേണ്ട ഇതാണ് സെൽഫ് റെസ്പെക്റ്റ്, ഓട്ടോണമി, റെക്കഗ്നീഷൻ, സൊസൈറ്റിയിലെ ആളുകളെ തിരിച്ചറിയൽ, അറ്റൻഷന്, അതൊക്കെ. പിന്നെ അഞ്ചാമത്തത് ലാസ്റ്റ് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇൻ ദ ഹൈറാർക്കി. ആ ഹൈറാർക്കി പിരമിഡത്തെ ഏറ്റവും ടോപ്പ് ലെവലായിട്ടൊരു നീഡാണ് ഇത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡ്രൈവ് ടു ബിക്കം. അപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ടോപ്പ് ആയിട്ടില്ല, ഈ ഹൈറാർക്കി പിരമിഡത്തെ ടോപ്പാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്തൊക്കെ എത്തിപ്പെടാം. അല്ല ദീസ് നീഡ്സ് ഇൻക്ലൂഡ് ഗ്രോത്ത്. കണ്ടോ, ഗ്രോത്ത്, അതായത് നമ്മളെ ഗ്രോത്ത് വളർച്ച കൂടുന്ന ഇത്. അതുപോലെ സെൽഫ് ഫുൾഫിൽമെൻറ്റ്, നമ്മളെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുക. ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്, നമ്മളെ ഗോൾസ് നേടിയെടുക്കുക. അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പായിട്ട് കിടക്കുന്നതും. ഈ അടിയത്തെ പിരമിഡ് അതിനെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാണ്. അപ്പോൾ ഈ കളറൊക്കെ അതിനാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. റെഡ്, അത് കഴിഞ്ഞിട്ട്
ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, അങ്ങനെ റെഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ടില്ല എന്നുള്ളൊരിത് കണക്കിലെടുക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ടത്തെ ഇതിലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ 2 ബേസിക് നീഡ്, പിന്നെ സൈക്കോളജിക്കൽ നീഡ്, പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ഇങ്ങനെ 3 ആക്കി തിരിച്ചൊക്കെ ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്യുക. ഇതൊന്നാമത് എന്താ വെച്ചാൽ നിങ്ങൾ പ്ലസ് 2 ഓൾറെഡി പഠിച്ചതാണ്, അപ്പോൾ വലിയ റിസ്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ മാസ്ലോസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻസ്. അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഈ മാസ്ലോൻ്റെ തിയറിയൊക്കെ ഈ താഴെ കഴിയുന്ന 4 കാര്യങ്ങളിലാണ് അദ്ദേഹം ആ തിയറിയൊക്കെ ഇതാക്കാൻ കാരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാം നമുക്ക്. പീപ്പിൾസ് ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് സച്ച് നീഡ്സ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. മനുഷ്യരുടെ ആവശ്യകതകൾ എന്ത് ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ അവരുടെ ബിഹേവിയർ അനുസരിച്ചാണ്. അപ്പോൾ ഈ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്, സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ. അതുപോലെ രണ്ടാമത്തെ, പീപ്പിൾസ് നീഡ്സ് ആർ ഇൻ ഹൈറാർക്കിയൽ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ബേസിക് നീഡ്സ് ടു ദ അതർ ഹയർ ലെവൽ. പിന്നെ മൂന്നാമത്തെ, എ സാറ്റിസ്ഫൈഡ് നീഡ്സ് ക്യാൻ നോ ലോങ്ങർ മോട്ടിവേറ്റഡ് എ പേഴ്സൺ, ഓൺലി നെക്സ്റ്റ് ഹയർ ലെവൽ നീഡ് ക്യാൻ മോട്ടിവേറ്റ് ഹിം. അതായത് ഒരു സാറ്റിസ്ഫൈ ചെയ്ത് നീഡിന് പിന്നെ അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത് മേലെയുള്ള ഹയർ ലെവലിലെ നീഡിനെ അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ, എ പേഴ്സൺ മൂവ്സ് ടു ദ നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് ദ ഹൈറാർക്കി ഓൺലി വെൻ ദ ലോവർ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ്. ഒരാൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹയർ ലെവലിലേക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ളത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഇതൊക്കെയാണ് മാസ്ലോൻ്റെ തിയറി ബേസ് ചെയ്യുന്ന അസംഷൻസ്. താഴെ പറയണത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ തിയറി ഈ കാര്യങ്ങളും ഇതൊക്കെ സൊസൈറ്റിനെ ഏറ്റവും എങ്ങനെ ഇതായിക്കണ് അതൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് ഇറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ടു റിയലൈസ് ദാറ്റ് നീഡ് ലെവൽ ഓഫ് എംപ്ലോയി ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ടു പ്രൊവൈഡ് മോട്ടിവേഷൻ ടു ദം. അതായത് ഒരു മാനേജർക്ക് ഈ മാസ്ലോൻ്റെ തിയറി വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ എംപ്ലോയീസിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, അതുപോലെ നീഡ് എങ്ങനെ മനസ്സിലാക്കാം, അത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ എങ്ങനെ ഗുണം ഉണ്ടാക്കാം, ഗ്രോത്ത് അച്ചീവ് ചെയ്യാം, പ്രോഫിറ്റ് ഇതാക്കാം, അതൊക്കെയാണ് ഈ ഇതുകൊണ്ടുള്ള മാനേജേഴ്സിന് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ആർ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ താങ്ക് യു ഗൈസ്.